കഴിഞ്ഞ ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ അടുക്കി പെറുക്കി വെച്ചപ്പോൾ കിട്ടിയതാണ് ഈ പെട്ടി. ഇത്രയും നല്ല ഈ പെട്ടിയിൽ ഇന്ന് ഒരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്. എന്നാലും ഇതൊരു നിധിയാണ്. 1980കളുടെ തുടക്കത്തിലെ ഒരു വൈകുന്നേരം ചാച്ചനും കൂട്ടുകാരും കൂടി ചായ കുടിക്കുന്ന സമയം. തന്റെ വീട് പണി നടക്കുന്നതുകൊണ്ട് പൈസയ്ക്കൊക്കെ വലിയ ടൈറ്റ് ആണെന്ന് ഒരു കൂട്ടുകാരൻ ചാച്ചനോട് പറയുന്നു. താൻ നൈജീരിയയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സാധനം വിൽക്കണം. ചാച്ചൻ ചോദിച്ചു, മേടിച്ചപ്പോൾ എത്ര രൂപയായി? 3000 എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. സുഹൃത്തിനെ സഹായിക്കാൻ പിറ്റേ ദിവസം തന്നെ 3000 രൂപ കൊടുത്ത് ചാച്ചൻ ആ പെട്ടി വാങ്ങി. അന്നത്തെ 3000 രൂപയ്ക്ക് ഏതാണ്ട് 2 പവൻ സ്വർണം കിട്ടുമായിരുന്നു. ഇതാണ് ജപ്പാനിലെ ബ്രദർ കമ്പനി നിർമ്മിച്ച അന്നത്തെ ഹൈടെക് ടൈപ്പ്റൈറ്റർ ഡീലക്സ് 762 TR. ഇന്ന് ലാപ്ടോപ്പ് കൊണ്ട് നടക്കുന്നത് പോലെ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാം എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. കമ്പ്യൂട്ടർ വരുന്നതിന് മുൻപ് ഇവനായിരുന്നു ഓഫീസുകളിലെ ഏറ്റവും വലിയ ടെക്നോളജി. ടൈപ്പിസ്റ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ എന്നാൽ വലിയ അന്തസ്സുള്ള ജോലിയായിരുന്നു അന്ന്. 10ാം ക്ലാസ്സും ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്നവർക്ക് വലിയ ഡിമാൻഡായിരുന്നു. ഒരുപാട് കാലം ചാച്ചൻ ഈ ടൈപ്പ് റൈറ്റർ ആണ് ഉപയോഗിച്ചിരുന്നത്. ഞാനും പണ്ട് കുറച്ചൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ടൈപ്പ് റൈറ്ററിന് ചില പ്രത്യേകതകളുണ്ട്. വളരെ ചെറുതാണ് എന്നത് കൂടാതെ മാർജിൻ സെറ്റ് ചെയ്യാം, 2 നിറത്തിൽ ടൈപ്പ് ചെയ്യാം, പിന്നെ ഓട്ടോ സ്പേസിംഗ് ഒക്കെയുള്ള ഒരു സ്മാർട്ട് ടൈപ്പ് റൈറ്റർ ആയിരുന്നു ഇവൻ. ഇതിന്റെ റിബൺ നോക്കിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാമായിരുന്നു. മെക്കാനിക്കൽ പെർഫെക്ഷൻ ഒരു രക്ഷയുമില്ല. രാജ്ദൂത് പോലെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നതിന് മറ്റൊരു ഉദാഹരണം. ഇതുപോലെ തന്നെ ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം.